ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഈ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഞാൻ കുറച്ച് കുക്കിങ്ങും കിച്ചൺ വിശേഷങ്ങളും എല്ലാം കുറച്ചായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഒരു എന്താ പറയുക, എപ്പോഴും രാവിലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കുക്കർ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 സവോള തിന്നായിട്ട് കട്ട് ചെയ്തു. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട്, പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ടു. പിന്നെ ഉപ്പിട്ട് ഒന്ന് വഴറ്റി അതിന് ശേഷം പൊടികളായിട്ട് പെരിഞ്ജീരകപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം മുട്ടക്കറിയുടെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന പതിവുണ്ടല്ലോ. അപ്പോൾ നല്ല ഏലക്കായും തേയിലപ്പൊടിയൊക്കെ ഇട്ട് ചായയും സെറ്റാക്കി മാറ്റി. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് വെള്ളയപ്പത്തിൻ്റെ മാവും പിന്നെ കുറച്ച് പുട്ടുപൊടിയുമാണ്, പുട്ട് നനച്ചതും. അപ്പോൾ കുറച്ച് അപ്പത്തിൻ്റെ മാവുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അപ്പമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അപ്പമാണ് ചുട്ട് കഴിക്കുന്നത്. ഇക്കാക്ക് വേണ്ടിയിട്ട് പുട്ട്. അപ്പോൾ ഞാനിപ്പം വെക്കുന്ന മുട്ടക്കറി എന്ന് പറയുന്നത് വെള്ളയപ്പത്തിനും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്, പുട്ടിനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും മുട്ടക്കറിയും അതുപോലെ തന്നെ വെള്ളയപ്പവും മുട്ടക്കറിയും. അപ്പോൾ നമ്മുടെ ഒരു 2-3 വിസിലൊക്കെ കേട്ടു. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്തു. സവോളയും പച്ചമുളകും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് പാനിലേക്ക് മാറ്റി. ചായയൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. പിന്നെ കാസ്ട്രോളിലേക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ഞാനൊരു 2 അപ്പം ചുട്ട് കാസ്ട്രോളിലോട്ട് മാറ്റുകയാണ്. 2-3 അപ്പം കാസ്ട്രോളിലേക്ക് ചുട്ട് മാറ്റുകയാണ്. ഓരോന്നായിട്ട് അപ്പം ചുട്ടെടുക്കുകയാണ്. പിന്നെ നമ്മുടെ മുട്ടക്കറിയിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടെ, തേങ്ങാപ്പാൽ, നല്ല പച്ച തേങ്ങാപ്പാൽ, കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കൂട്ടാം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടം എന്ന് പറയുന്നത് നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് സ്വീറ്റോട് കൂടിയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ഇഷ്ടം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. ഇനിയിപ്പോൾ പുട്ടും അപ്പവും മുട്ടക്കറിയും ചായയും എല്ലാം റെഡിയായിട്ട് വേണം ടേബിളിലേക്ക് മാറ്റാൻ. അപ്പോഴാണ് കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി ഏകദേശം കഴിയും. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ തേങ്ങാപ്പാലും ഒഴിച്ച് ബോയിൽ ചെയ്തിരിക്കുന്ന ഒരു 3-4 മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയാണ്. ഒട്ടും സ്പെഷ്യലായിട്ടുള്ള മുട്ടക്കറിയൊന്നുമല്ല, സാധാരണ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്ന മുട്ടക്കറി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കിതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം എല്ലാത്തിനും ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. പുട്ടിനാണെങ്കിലും വെള്ളയപ്പത്തിനാണെങ്കിലും അതുപോലെ തന്നെ ദോശയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും എല്ലാം വളരെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് തിളയൊക്കെ വന്നതിന് ശേഷം മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം ഇനി ഓഫാക്കുകയാണ്. ഇനി ഓരോന്നായിട്ട്, അതായത് കിച്ചണിൽ ഓരോന്നായിട്ട് കഴിഞ്ഞു. കിച്ചൺ ഡ്യൂട്ടി ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ടേബിളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കപ്പിലേക്ക് ഒഴിച്ചു. പിന്നെ എൻ്റെ വെള്ളയപ്പം. ഇക്ക കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ചിരട്ടപ്പുട്ട് ആക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുട്ട് ഞാനിപ്പോൾ റെഡിയാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ വെള്ളയപ്പം അതുപോലെ തന്നെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല സൂപ്പർ അടിപൊളി മുട്ടക്കറി. തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുള്ള, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ചായയും.
അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ അപ്പം എന്ന് പറയുന്നത്. കടലക്കറിയുടെ കൂടെയും കിഴങ്ങ് കറിയുടെ കൂടെ മുട്ടക്കറിയുടെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ചപ്പാത്തിക്കൊക്കെ ഈ ഒരു മുട്ടക്കറി, തേങ്ങാപ്പാലൊഴിച്ച ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ചായ നല്ല ചൂട് ചായ ഓരോ സിപ്പ് എടുത്തിട്ട് വളരെ ടേസ്റ്റി ആൻഡ് മൈൽഡ് സ്വീറ്റ്നെസ്, ചെറിയൊരു സ്വീറ്റും അതുപോലെ തന്നെ സ്പൈസും എന്ന് വെച്ചാൽ പച്ചമുളക് അത്യാവശ്യം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു സ്വീറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയും അപ്പവും കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറച്ച് കിച്ചണിലെ വിശേഷങ്ങൾ, അതായത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് കുറച്ച് കുക്കിംഗ് എല്ലാ ദിവസവും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കുക്കിംഗ് കാണും. എന്നാൽ ചില ദിവസങ്ങളിലാണ് ഞാൻ കുക്കിങ്ങിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഡയറക്റ്റ് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് സെർവ് ചെയ്ത് വിളമ്പി കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് ചില ദിവസങ്ങളിൽ ഷെയർ ചെയ്യാറ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു 2 കുക്കുംബർ എടുത്തു. ഒരു 2 കുക്കുംബറും ഒരു ആപ്പിളും എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വയ്ക്കും. അതിനുശേഷം കുറച്ചായിട്ട് ഒറ്റയടിക്ക് ഒറ്റ ബൗൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ല കഴിക്കുന്നത്, കുറച്ചായിട്ട് കഴിക്കും. അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ മക്കളും കഴിച്ചോളും, ഞാനും കഴിച്ചോളും. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്, ചോറിനുള്ള പരിപാടികൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കൊച്ചുള്ളിയുമാണ്. ഇത് ഇന്ന് പ്രോൺസ് ഫ്രൈ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പ്രോൺസാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പൊരിച്ചതിൻ്റെ ബാക്കി മാരിനേറ്റ് ചെയ്ത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഞാൻ ഇന്ന് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്നാന്ന് വെച്ചാൽ മോൾക്ക് ഈ പ്രോൺസ് പൊരിച്ചതിന് ശേഷമുള്ള കൊക്കനട്ട് ഓയിൽ കുറച്ച് റൈസൊക്കെ ഇട്ട് കഴിക്കാൻ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൊക്കനട്ട് ഓയിലിലെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ എണ്ണയിലേക്ക് നമ്മൾ റൈസ് ഇട്ട് തിരുമ്മിയെടുക്കുന്നതിനേക്കാളും കുറച്ച് എണ്ണയിലേക്ക് റൈസ് ഇട്ട് തിരുമ്മിയെടുക്കുമ്പം അതാണല്ലോ നമുക്ക് കഴിക്കാനായിട്ട്, ചോറിട്ട് ചെമ്മീൻ ചോറായിട്ട് ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ, നന്നായിട്ട് ചെമ്മീൻ മുരിയണം, എന്നാൽ ഒരു ഷാലോ ഫ്രൈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോൺസ് എല്ലാം നിരത്തി വെച്ചു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഉള്ളി നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ ചെമ്മീൻ ഫ്രൈയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ കൊച്ചുള്ളി എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഡിന്നറിന് വെച്ചായിരുന്ന നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. അപ്പോൾ ചോറിന് ഇന്ന് ഇതും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പരിപ്പ് കറി, അതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് റെഡിയാക്കുകയാണ്. വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ ഫ്രഷായിട്ട് കുറച്ച് ചോറ് വെക്കുന്നു, പിന്നെ പ്രോൺസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. ബാക്കി 1-2 കൂട്ടം കറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഏകദേശം ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്കെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ പയ്യനെ ഒരുപാട് കുറച്ച് ടൈം എടുക്കും. ഒരുപാട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് പതിയെ കിടന്നിട്ട് ഒന്ന് തവ ഫ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടൈം പിടിച്ചിട്ടാണേലും പയ്യനെ ആവട്ടെ എന്ന് വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ കൊക്കനട്ട് ഓയിൽ, ഈ ഒരു പ്രോൺസ് പൊരിച്ച എണ്ണ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിലേക്ക് സാറ എന്നോട് ചോദിച്ചു ഇതിൽ ചോറിട്ട് തരണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചോറിട്ടിട്ടാണ് സാറായിക്ക് ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഇതാ എല്ലാം സെറ്റായി റെഡിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും അതിൻ്റെ വിശേഷങ്ങളും കഴിക്കലും വിളമ്പലും എല്ലാം കാണിച്ചു. ഇപ്പോൾ ഇതാ നമ്മൾ ലഞ്ചിൻ്റെ കുക്കിംഗ് വിശേഷങ്ങളാണ്. അപ്പോൾ അതാ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുമായിട്ട് നമ്മളിപ്പോൾ കിച്ചണിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ വിളമ്പലും കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. ശരിക്കും ഈ പ്രോൺസൊക്കെ ഫ്രൈ ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള കറികളൊക്കെ കുറച്ച് അധികപ്പറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രോൺസ് ആ ഒരു പാത്രത്തിലേക്ക് ചോറൊക്കെ ഇട്ട് കുഴച്ച് ആ ഉള്ളിയും ആ ഒരു കറിവേപ്പിലയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സ്വാദാണ്. അപ്പോൾ വേറെ കറികളൊക്കെ നമുക്ക് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആ പ്രോൺസ് ഫ്രൈ ചെയ്ത വളരെ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിലും ആ ഒരു കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന്, നമുക്ക് വയറ് നിറയാനുള്ള ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ പ്രോൺസ് ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഉള്ളിയും കറിവേപ്പിലയും ഒന്നും പ്ലേറ്റിലേക്ക് മാറ്റുന്നില്ല. എന്നാന്ന് വെച്ചാൽ അതിലേക്ക് ഞാനിപ്പോൾ റൈസ് ഇട്ടിട്ട് സാറ പറഞ്ഞ അനുസരിച്ച് സാറായ്ക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഞാനിപ്പോൾ ഇതാ ഈ പാനിൽ തന്നെ ഇട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ എന്താ പറയുക, പൊടികൾ മാത്രം ഇട്ടിട്ട് ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കും. കറിവേപ്പില മാത്രം ഇട്ടിട്ട് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യും. ഉള്ളിയൊക്കെ ചേർത്ത് നമുക്ക് ഈ ചെമ്മീൻ ചോറ്, പ്രോൺസ് റൈസൊക്കെ റെഡിയാക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുഴച്ച് കഴിക്കുമ്പോഴത്തേനും ആ ചോറിനൊരു പ്രത്യേക സ്വാദായിരിക്കും. ഞാനൊരു 2 സാറായ്ക്ക് വേണ്ട ചോറ്, ഒരു 2 സ്പൂൺ ചോറ് ഞാൻ പാനിലേക്ക് ഇട്ടു. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും മിക്സ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഓവറായിട്ട് എണ്ണയില്ല. കോക്കനട്ട് ഓയിൽ ഈ ഒരു സംഭവം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ആദ്യമേ അധികം എണ്ണ ഒഴിക്കാതിരുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒന്ന് പുരട്ടി കഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള എണ്ണയേ ഉള്ളൂ. ഞാൻ കൊച്ചിന് ഇതിലേക്ക് വേറെ പ്രോൺസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് റെഡിയാക്കി, അപ്പോൾ ഇതിലത്തെ ആ ഒരു കറിവേപ്പിലയും ആ ഉള്ളിയും ആ കോക്കനട്ട് ഓയിലും ഒക്കെ ചേർന്നിട്ട് ഭയങ്കര ടേസ്റ്റാണ്. സാറായ്ക്ക് ഇത് ഫേവറേറ്റാണ്. പിന്നെ സാറായ്ക്ക് പ്രോൺസ് ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ പ്രോൺസ് പൊരിക്കുന്ന ദിവസങ്ങളിൽ റൈസും ഇങ്ങനെ കഴിക്കുന്നതാണ് ഇപ്പോൾ അവൾക്കിഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രോൺസ് ആക്കുന്ന ദിവസങ്ങളിൽ വേറെ കറിയൊന്നും കൂട്ടത്തില്ല. ഇങ്ങനെ റെഡിയാക്കി ഒന്ന് കുഴച്ച് കൊടുത്താൽ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് ചെമ്മീൻ ചോറ്, പ്രോൺസ് റൈസ് ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അസാധ്യ ടേസ്റ്റാണ്. നമ്മളെന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഈ പ്രോൺസിൻ്റെ ഇങ്ങനെയൊക്കെ ലാസ്റ്റത്തെ ചട്ടി വടിക്കൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ള കാര്യമാണ്. നമുക്കിങ്ങനെ മീൻകറിയുടെ ചട്ടിയിലിട്ട് ചോറ് കഴിക്കൽ, അതുപോലെ തന്നെ ബീഫിൻ്റെ, അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ലാസ്റ്റ് ആ ഒരു ചട്ടിയിൽ കുറച്ച് ചോറിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടേസ്റ്റാണ്, ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. ആ ഉള്ളിയും കറിവേപ്പിലയും ഒരു ചെറിയ പീസ് പ്രോൺസൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു മത്തങ്ങ വൻപയർ എരിശ്ശേരിയും പരിപ്പ് കറിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു, കുറച്ച് ചോറ് കഴിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇനി അത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഇന്ന് എടുത്ത് കഴിച്ച് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്ന അസാധ്യ ടേസ്റ്റായിരുന്നു. അപ്പം മനസ്സോടുകൂടി ഞാൻ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് മറ്റേ സൈഡ് ഡിഷൊക്കെ ചേർത്തിട്ട് കുറച്ച് ചോറ് കഴിച്ചു. പക്ഷേ ആ പ്രോൺസ് മാത്രം കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്നലെ ആസ്വദിച്ച് കഴിച്ചു. നമ്മൾക്ക് എന്താ പറയുക, വേണ്ടത്തോളം കഴിച്ചു, മതിയാവോളം കഴിച്ചു. അപ്പം കുറച്ചും കൂടെ ബാക്കിയിരിക്കുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോൺസ് ഫ്രൈ. ഇല്ല, വീക്ക് ഡേ ആണ്, ഇല്ല. അപ്പോൾ എനിക്കും മക്കൾക്കുമുള്ള കറിയും ചോറും ഒക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പരിപ്പ് കറിയും.
അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ സാറായിക്ക് കൊച്ചിന് പിള്ളേർക്കുള്ള പ്രോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതാ എൻ്റെ ലഞ്ച് ഞാൻ എടുത്തു. സാറായിക്ക് ഞാൻ ചെമ്മീൻ ചോറ് കൊടുത്തു. എനിക്കെന്ന് പറയുന്നത് ഞാനിതാ ഒരു 2 സ്പൂൺ ചോറെടുത്തു. പിന്നെ അതിലേക്ക് പ്രോൺസ്, ആ പ്രോൺസിൻ്റെ ലാസ്റ്റ് വന്ന ആ ഉള്ളി പൊരിച്ചതും കറിവേപ്പില പൊരിച്ചതും എല്ലാം കൂടെ ഇതാ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതാ കുറച്ച് 1 സ്പൂൺ മത്തങ്ങ വൻപയർ എരിശ്ശേരി, അതായത് മത്തങ്ങ എരിശ്ശേരി, പിന്നെ കുറച്ച് പരിപ്പ് കറി. ഇത് നല്ല എരിവായിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് റെഡിയാക്കി എടുത്ത പരിപ്പ് കറിയാണ്. അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി നന്നായിട്ട് തട്ടിയിട്ടുണ്ട്. കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ വളരെ സ്പൈസി ആയിട്ടുള്ള പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. എങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് ലഞ്ച് എടുത്ത് ഒന്ന് സൈഡാക്കിയതാണ്. അപ്പോൾ ഇതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ലഞ്ച്. അപ്പോൾ ആ ചോറും നല്ല ചൂട് ചോറും ചെമ്മീനും അതുപോലെ തന്നെ മത്തങ്ങ വൻപയർ എരിശ്ശേരിയും പരിപ്പും എല്ലാം കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ എങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെയുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബാക്കിയുള്ള സൈഡ് ഡിഷുകളുടെ ആവശ്യം അധികമില്ല. ഞാനങ്ങനെ ഉണ്ടാക്കാറുള്ളതല്ല. ഇത് പിന്നെ കഴിഞ്ഞ ദിവസത്തത് ബാക്കി വന്നതുകൊണ്ട് നമുക്കെടുത്ത് തീർക്കേണ്ടി വന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് എക്സ്ട്രാ കറികളൊന്നും വേണ്ടായിരുന്നു. ഇന്ന് ചെമ്മീൻ ചോറ്, ആ ഒരു പ്രോൺസിൻ്റെ കൂടെയുള്ള ഉള്ളിയില്ലേ, ആ ഉള്ളി വറുത്തതും അതും ആ പ്രോൺസും മാത്രം മതിയായിരുന്നു ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ പിന്നെ ആ ഒരു മത്തങ്ങ എരിശ്ശേരി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പരിപ്പ് കറി, അതും അത്യാവശ്യം നല്ല എരിവോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, ഒരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടേസ്റ്റി ലഞ്ച് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ പ്രോൺസും എല്ലാം കൂടെ ചേർത്തിട്ട് എൻ്റെ ടേസ്റ്റി ലഞ്ച് ഞാൻ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കിച്ചൺ വിശേഷങ്ങളും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ കുറച്ച് കിച്ചൺ വിശേഷങ്ങളും. ചില ദിവസങ്ങളിൽ കിച്ചണിൽ കയറേണ്ട കാര്യമേ അധികം വരുന്നില്ല, കുക്കിംഗ് ഒട്ടുമേ ഇല്ലാത്ത ദിവസമായിരിക്കും. എന്നാൽ ചില ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ കുക്കിംഗ് ഉള്ള ദിവസമായിരിക്കും. അങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വരും. ഇന്ന് അത്യാവശ്യം ചെറിയ രീതിയിൽ കുക്കിങ്ങൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം സാറായും നന്നായിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം സാറായിക്ക് ഈ ഒരു ഐറ്റം, ഇത് 2-3 ദിവസമായി ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു 5-6 വട്ടം ചോദിക്കും. ഞാനങ്ങ് എടുത്ത് കൊടുക്കാതെ ഇരുന്നതാണ്. അപ്പോൾ ഇന്ന് കുറേ ദിവസം ആയപ്പോഴത്തേനും അത് ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ്. ഫ്രീസറിൽ വെച്ചിരുന്നു. ഇതെന്ന് പറയുന്നത് ദുബായിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി നിന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇത് ഓരോന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഒരാളുടേത് കൊടുത്തു. ഇത് മറ്റേ രണ്ടാമത്തതും കൂടെ എടുത്ത്. അപ്പോൾ ഇത് സാറായിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ദിവസം ആ വൈറൽ ദുബായ് കുനാഫ പിസ്ത ചോക്ലേറ്റ് വാങ്ങിച്ചല്ലോ. അപ്പോൾ ആ കൂടെ തന്നെ നമ്മൾ വൈറലായിട്ടുള്ള വേറൊരു ഐറ്റം, വൈറലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം, അപ്പം അതും കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ സാറായിക്ക് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഒറ്റയടിക്ക് മുറിച്ച് തിന്നരുത്, കുറച്ച് കഴിച്ചതിന് ശേഷം തിരിച്ച് തരണം. എന്താണെന്ന് വെച്ചാൽ അതിനൊരു ക്യാപ്പ് പോലെയുണ്ട്. അപ്പോൾ അത് നമുക്ക് സേഫായിട്ട് ക്ലോസ് ചെയ്ത് ബാക്കി ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റാം. അപ്പം മക്കൾക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്തു. ഞാൻ ചോറുണ്ടിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഒരു സ്നാക്ക് എടുത്ത് 1-2 എണ്ണം കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് ഫിനി വന്നിരുന്നു. അവളുടെ ഒരു രക്ഷയില്ല കേട്ടോ. അവളുടെ അടിപൊളിയാണ് നമ്മുടെ പിങ്ക് പായസം. ചെറിയ അടപ്രഥമൻ നമ്മുടെ ട്രഡീഷണൽ സദ്യ പിങ്ക് പായസം ഉണ്ടല്ലോ. അപ്പോൾ അത് അവളുണ്ടാക്കുന്ന ഒരു ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം അതും മക്കൾക്കും കൊടുത്ത് കുറച്ച് ഒന്ന് കുടിച്ചു.
അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള പായസം. ആ ഒരു നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേനുണ്ടല്ലോ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആ ഒരു ഒറിജിനൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പായസം കിട്ടത്തില്ലേ, ആ സെയിം ടേസ്റ്റാണ് അവൾ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഡിന്നർ ടൈമായി. ഡിന്നറിന് ഇതാ ചൂട് പുട്ട്, ചിരട്ടപ്പുട്ട്, തേങ്ങയൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ടുള്ള ചൂട് ചിരട്ടപ്പുട്ടും മുട്ടക്കറിയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ ഇടയ്ക്കൊക്കെയുള്ള കുടിക്കലും കഴിക്കലും, പിന്നെ ഇതാ എൻ്റെ ടേസ്റ്റി ഡിന്നർ. അപ്പോൾ എല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നലത്തെ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.